ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ ആൻഡ് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ഇങ്ങോട്ട് എത്തി. ആർസണൽ ഫേസ് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് ലീഗിലെ ലീഗ് വണ്ണിലെ കറണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ചാമ്പ്യൻസായ ലീഗ് വൺ ചാമ്പ്യൻസായ PSG എതിരെയാണ്, പാരീഷ്യൻസിനെതിരെയാണ് നമ്മുടെ സെമി ഫൈനൽ മത്സരം വരുന്നത് എന്നുള്ളതാണ്. സോ ഓൾറെഡി ഈ ഒരു സീസണിൽ ലീഗ് സ്റ്റേജിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് സ്റ്റേജിൽ PSG നമ്മൾ ഫേസ് ചെയ്താണ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ച്. അന്ന് കംഫർട്ടബിളായിട്ട് 2-0 വിക്ടറി നമുക്ക് നേടാൻ കഴിഞ്ഞായിരുന്നു എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ച്. പക്ഷേ ആ ഒരു സമയം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലീഗായാലും പ്രീമിയർ ലീഗ് ആണെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും അതേപോലെ മറ്റുള്ള ഡൊമസ്റ്റിക് ട്രോഫീസ് ആയിരുന്നെങ്കിലും എല്ലാം ഓപ്പൺ സ്റ്റേജിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റെല്ലാ ഓപ്ഷനും നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. പ്രീമിയർ ലീഗ് കയ്യിൽ നിന്ന് പോയി, ബാക്കിയുള്ള ഡൊമസ്റ്റിക് ലീഗ്സ് എല്ലാം പോയി. ഇപ്പോൾ ആകെ നമ്മുടെ ഈ ഒരു സീസൺ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ നമ്മുടെ ഈ ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിൻ്റെ അവസാനം, നമ്മുടെ ഒരു ക്യാമ്പയിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു സീസൺ തന്നെ വിലയിരുത്തപ്പെടുക എന്നുള്ളതാണ്. സോ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മത്സരത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ. സോ ഇതിനു മുമ്പ് നമ്മൾ ചാമ്പ്യൻസ് ലീഗിലെ ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ തോൽപ്പിച്ചത് റയൽ മാഡ്രിഡിനെ ആയിരുന്നു. അതേസമയം PSG കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 റൗണ്ടിലും പ്രീ ക്വാർട്ടറിലും ഡിഫീറ്റ് ചെയ്ത് ഇംഗ്ലീഷ് സൈഡ് ടീംസിൻ്റെ ആയിരുന്നു. ആദ്യം ആർനെ സ്ലോട്ടിനെ ലിവർപൂളിനെ തോൽപ്പിച്ചു. അതിനുശേഷം ക്വാർട്ടറിൽ ഉനായി എമറിയുടെ ആസ്റ്റൺ വില്ലേനെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ സെമി ഫൈനലിലേക്ക് വന്നത്. സെമി ഫൈനലിൽ മറ്റൊരു ഇംഗ്ലീഷ് ക്ലബ്ബായ ആർസണലിനെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. സോ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് പറയുകയാണെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ കറണ്ട് ഫോം അത്ര ടോപ്പായിരുന്നില്ലെങ്കിലും അവരുടെ ഒരു ചാമ്പ്യൻസ് ലീഗിലെ പ്രൗഡിയും കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ പേടിച്ചിരുന്നത്. പക്ഷേ PSG അടുത്തേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ടെൻസ്ഡ് ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത് പേഴ്സണലി. കാരണം യൂറോപ്പിലെ കറൻ്റ്ലി ആക്റ്റീവ് പ്ലേയിങ് സിസ്റ്റത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സിസ്റ്റം ഉള്ളതാണ് ലൂയിസ് എൻറിക്കിൻ്റെ PSG എന്ന് പറയുന്ന ടീമിന്. സോ അതിൻ്റേതായൊരു പേടി ആസ് ആർസണൽ ഫാൻ എനിക്കുണ്ട്. കാരണം നമ്മൾ റയൽ മാഡ്രിഡിനെ ഫേസ് ചെയ്ത പോലെ അല്ല ഇത്. PSG വരുമ്പോൾ നല്ല രീതിയിലുള്ളൊരു ടഫ് കോമ്പറ്റീഷൻ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്, അതും ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ പോലുള്ളൊരു വേദിയിൽ. സോ ഇനിയിപ്പോൾ ഈ 2 ടീമുകളുടെയും കറണ്ട് ഫോം നോക്കുകയാണെങ്കിൽ ആർസണൽ ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് 2 പ്രീമിയർ ലീഗ് മത്സരങ്ങളും തോൽവി അറിഞ്ഞിട്ടില്ല. ആദ്യം ഇപ്സ്വിച്ച് ടൗണിനെതിരെ 4-0 ഒരു തകർപ്പൻ വിക്ടറി ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് മത്സരത്തിൽ 2-2 ഒരു ഡ്രോ ക്രിസ്റ്റൽ പാലസിനെതിരെ, അതും ലീഡ് എടുത്തതിന് ശേഷം ലീഡ് വിട്ട് കളഞ്ഞ് ഡ്രോ വഴങ്ങുന്ന 9ാമത്തെ മത്സരമായിരുന്നു ലീഗിൽ ആർസണലിൻ്റെ. അത് റെക്കോർഡ് തന്നെയാണ്. ഇനി PSG കാര്യം നോക്കുകയാണെങ്കിൽ അവരവരുടെ ഒരു ഇൻവിൻസിബിൾ സീസൺ ലീഗ് വണ്ണിൽ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. ഓൾറെഡി ചാമ്പ്യൻസ് ആണ്, ലീഗ് വൺ ടൈറ്റിൽ വിൻ ചെയ്തതാണ് അവർ. ആ ഒരു ഇൻവിൻസിബിൾ സീസണിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ നീസിനെതിരെ ഒരു 3-1 അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അവർക്ക് അവരുടെ ഇൻവിൻസിബിൾ മോഹം അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൽ വളരെ ഫണ്ണി ആയിട്ട് നടന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മത്സരത്തിൽ PSG അൾട്രാസിൻ്റെ ഒരു ബാനർ ഉണ്ടായിരുന്നു, എലിമിനേറ്റ് ആർസണൽ, ബ്രിങ് ദ ട്രോഫി ടു PSG, അങ്ങനെ കൈൻഡ് ഓഫ് സംതിങ് ലൈക്ക് ദാറ്റ്, എലിമിനേറ്റ് ആർസണൽ എന്നുള്ള കൈൻഡ് ഓഫ് ഒരു ബാനറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ടിഫും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മത്സരത്തിലാണ് അവർക്ക് ഇതുവരെ സീസണിൽ ലീഗിൽ കിട്ടാത്തൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളൊരു വളരെ ഫണ്ണി സൈഡിൽ പറയാവുന്നൊരു കാര്യമാണ്. സോ ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ 2 ടീമുകളിലെയും പ്ലെയേഴ്സിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ PSG കാര്യം തന്നെ ആദ്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇഞ്ചുറി കൺസേൺസ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് അവർ വരുന്നത്. അവരുടെ ഫുൾ പ്ലേയിങ് ടീമായിട്ട് തന്നെ ഫുള്ളി ഫിറ്റാണ് ടീം മൊത്തം. സോ ലൂയിസ് എൻറിക്കിന് അങ്ങനെ വേറെ തലവേദനകളൊന്നും ആ കാര്യത്തിലില്ല. അതേസമയം നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ, മിക്കേൽ ആർട്ടറ്റയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് സീസൺ തുടങ്ങിയപ്പോൾ തുടങ്ങിയ തലവേദന തന്നെയാണ്. തലവേദനയ്ക്ക് ഇപ്പോഴും ഒരു കുറവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി മിസ് ചെയ്യുന്ന പ്ലേയേഴ്സിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ ലിസ്റ്റ് തന്നെ പറയേണ്ടി വരും. നമുക്ക് പുതിയതായിട്ട് പറയാനുള്ള പ്ലേയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കേൽ മെറീനോൻ്റെയും കലഫിയോറിയുടെയും ബെൻ വൈറ്റിൻ്റെയും കാര്യമാണ്. കലഫിയോറി ഓൾറെഡി കഴിഞ്ഞ ലാസ്റ്റ് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ഇഞ്ചേർഡ് ആയതിനു ശേഷം തിരിച്ചെത്തിയിട്ടില്ല. സോ തിരിച്ചെത്തുന്ന കാര്യത്തിൽ റൂമേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ഡൗട്ട് തന്നെയാണ്, ഉണ്ടാവാൻ ചാൻസ് കുറവാന്ന് തന്നെയാണ് പറയുന്നത്. ആകൊരു മൈനർ ഡൗട്ട് എന്ന് പറയുന്നത് മിക്കേൽ മെറീനോൻ്റെയും ബെൻ വൈറ്റിൻ്റെയും കാര്യമാണ്. ബെൻ വൈറ്റും മിക്കേൽ മെറീനോ മിക്കവാറും ഈ ഒരു മത്സരത്തിന് ഉണ്ടാകും എന്ന് തന്നെയാണ്. ആർസണലിനോട് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം വരുന്നത് PSG. സോ നമ്മുടെ ഹോം മാച്ചിൽ എന്തായാലും മിക്കേൽ മെറീനോയും ബെൻ വൈറ്റും തിരിച്ചെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതേപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് തോമസ് പാർട്ടി ഈ ഒരു മത്സരത്തിന് ഇല്ല എന്നുള്ളത്. നമ്മൾ റയൽ മാഡ്രിഡിനെതിരെ സാന്റിയാഗോ ബെർണബിയിൽ പോയി 2-1 ഒരു ചരിത്ര വിജയമൊക്കെ നേടി വന്നപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു തലവേദനയായതാണ് തോമസ് പാർട്ടിക്ക് കിട്ടിയ ഒരു മഞ്ഞക്കാടായിരുന്നു. ആ ഒരു സമയത്ത് ഡെക്ലാൻ റൈസ് പൊട്ടിത്തെറിക്കുന്നത് കാണായിരുന്നു തോമസ് പാർട്ടിക്കെതിരെ. കാരണം അറിയാം, അത് ആ ഒരു പ്ലെയർ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ വലിയൊരു പാളിച്ചല്ലെങ്കിൽ വലിയൊരു റീ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ വരേണ്ടി വരും എന്നുള്ളത് ആ സമയം തന്നെ ഡെക്ലാൻ റൈസിന് അറിയായിരുന്നു. അതാണ് ആ സമയത്ത് അദ്ദേഹം ആ ഒരു ഓൺ ദ ഫീൽഡ് തന്നെ പൊട്ടിത്തെറിച്ചത്. സോ തോമസ് പാർട്ടി മഞ്ഞക്കാട് മേടിച്ച ആ ഒരു സസ്പെൻഷൻ സൈക്കിളിലെത്തി. സോ പലർക്കും ഡൗട്ട് ഉണ്ടാവും. കാരണം
സെമി ഫൈനലിലേക്ക് വരുമ്പോൾ കാർഡിൻ്റെ കാര്യമൊക്കെ റീസെറ്റ് ആവില്ല എന്നുള്ളത്. കാർഡിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ റീസെറ്റ് ആവും, പക്ഷേ സസ്പെൻഷൻ ഉണ്ടെങ്കിൽ അത് ക്യാരി ത്രൂ ചെയ്യും എന്നൊരു പ്രശ്നമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ PSG-ക്കെതിരെ കളിക്കാനായിട്ട് തോമസ് പാർട്ടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ നോക്കുന്നത് രണ്ട് ടീമുകളുടെ ലൈനപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. സോ ആദ്യം തന്നെ PSG-യുടെ അതായത് വിസിറ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഒരു 4-3-3 ഫോർമേഷനിലാണ് യൂഷ്വലി ലൂയിസ് എൻറിക്കെ ടീമിനെ അണിനിരത്താറ്. സോ ഗോൾ കീപ്പിങ്ങിൽ എന്തായാലും ഡോണറുമ ഇറ്റാലിയൻ ഗോൾ കീപ്പർ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് റൈറ്റ് ബാക്കിൽ ഹക്കീമിയും, ലെഫ്റ്റിൽ പോർച്ചുഗീസ് പ്ലെയറായ ന്യൂനോ മെൻഡസും ആയിരിക്കും. ആൻഡ് സെൻറ്റർ ബാക്ക് പെയറിംഗ് ആയിട്ട് മാർക്കിനോസിനെയും വില്യം ബാച്ചോനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് മിഡ്ഫീൽഡ് 3യുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജാവോ നെവസ്, വിറ്റീന, അതേപോലെ ഫാബിയൻ റൂയിസ് ആയിരിക്കും പ്ലേയേഴ്സ് വരാൻ ചാൻസ്. ആൻഡ് അറ്റാക്കിംഗ് 3യുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ക്വാറസ്കേലയും, സെൻട്രൽ അറ്റാക്കിംഗ് റോളിൽ ഡെംബലെയും, റൈറ്റ് അറ്റാക്കിംഗ് വിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഡിസൈഡോവിനാണ് ഈ അടുത്തായിട്ട് മുൻഗണന ലൂയിസ് എൻറിക്കെ കൊടുക്കുന്നതെങ്കിലും ഐ തിങ്ക് ബാർക്കോള തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ചാൻസ് കാണുന്നത്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. ഡിസൈഡോവ് ആയിരിക്കും, ബാർക്കോള ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. ആൻഡ് അതേപോലെ ഇനി ആഴ്സണലിൻ്റെ ഹോം ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പിങ്ങിന് എന്തായാലും ഡേവിഡ് റായ തന്നെയായിരിക്കും. ആൻഡ് ഡിഫൻസീവ് ലൈനിൽ നമുക്ക് വേറെ കാര്യമായിട്ട് ഓപ്ഷൻസ് ഒന്നുമില്ല. റൈറ്റ് ബാക്കിൽ ടിംബർ, ലെഫ്റ്റിൽ ലൂയിസ് കെല്ലി, ആൻഡ് സെൻറ്റർ ബാക്ക് പെയറിങ്ങിലേക്ക് സാലിബയും കിവിയറിനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് മിഡ്ഫീൽഡ് 3യുടെ കാര്യം വരുമ്പോഴാണ് നമുക്ക് ഇത്തവണ കുറച്ച് ചേഞ്ചസ് വരുന്നത്. കാരണം തോമസ് പാർട്ടിയുടെ ആ ഒരു സസ്പെൻഷൻ നമ്മളെ കാര്യമായിട്ട് ആ ഒരു മിഡ്ഫീൽഡിൽ ബാധിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ചേഞ്ച് വരുന്നുണ്ട്. കാരണം കുറച്ചുകൂടി അറ്റാക്കിംഗ് റോളിൽ ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഡെക്ലാൻ റൈസിന് മേ ബി ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോൾ ഒരു ഡീപ്പ് ലൈൻ മിഡ്ഫീൽഡറായിട്ട് തോമസ് പാർട്ടിയുടെ റോളിലേക്ക് ഇറങ്ങി കളിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. സോ അതേപോലെ ഇറങ്ങി കളിക്കുമ്പോൾ ഒന്ന് കൂടെ ഒടഗാർഡ് ഉണ്ടാവും. ആൻഡ് ലെഫ്റ്റിൽ എനിക്ക് തോന്നുന്നു മിക്കൽ മെറീനോ ഉണ്ടാവുന്നതാണ്. ബട്ട് മിക്കൽ മെറീനോൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ, അത് ഇഞ്ചുറിയുടെ കാര്യത്തിൽ ചെറിയൊരു കൺസേൺ പറയുന്നുണ്ട്, മൈനർ ഡൗട്ട് പറയുന്നുണ്ട്. മിക്കൽ മെറീനോ എങ്ങാനും ആ ഒരു പൊസിഷൻ ഇല്ലെങ്കിൽ മേ ബി ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാനുള്ള സിഞ്ചൊക്കെ ആ ഒരു പൊസിഷനിലേക്ക് കയറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് അറ്റാക്കിംഗ് 3യിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സാക്ക റൈറ്റ് വിങ്ങിലും ലെഫ്റ്റിലും മാർട്ടിനെല്ലിയും ആൻഡ് സെൻട്രൽ സ്ട്രൈക്കറിലും മിക്കൽ മെറീനോ ഇറങ്ങി കളിക്കുകയാണ്. അല്ലെങ്കിൽ മിക്കൽ മെറീനോൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ട്രൊസാർഡ് ആയിരിക്കും അവിടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഓപ്ഷൻസ് ഇല്ല നമുക്ക് തൽക്കാലം. സോ ഇത് രണ്ടാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ലൈനപ്സ് രണ്ട് ടീമുകളുടെയും. ഇനി നമ്മൾ നോക്കുന്ന ഈ ഒരു മത്സരത്തിലേക്ക് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ ആർസണൽ വേഴ്സസ് PSG മത്സരത്തിൽ നമുക്ക് കാണാൻ സാധ്യതയുള്ള പ്ലേയിങ് സ്റ്റൈൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു കളിശൈലി എന്തായിരിക്കും രണ്ട് ടീമുകളുടെയും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ PSG-യുടെ പ്ലേയിങ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഇൻ പേപ്പർ 4-3-3 ആണെങ്കിലും വിത്ത് ദ ബോൾ ഒരു 3-5 ഫോർമേഷനിലേക്ക്, അറ്റാക്കിംഗ് ഫോർമേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ഫുൾ ബാക്സായ ഹക്കീമിനെയും ന്യൂനോ മെൻഡസിനെയും ഔട്ട് വൈഡ് അറ്റാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ സ്റ്റൈലാണ് ലൂയിസ് എൻറിക്കെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വിങ്ങി കളിക്കുന്ന പ്ലേയേഴ്സിന് മിഡ്ഫീൽഡിലേക്ക് ടക്കിൻ ചെയ്ത് കളിപ്പിക്കുന്ന ഒരു ഓവർലോഡിങ് സിസ്റ്റമാണ് ലൂയിസ് എൻറിക്കെ PSG-യിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിൽ ഹക്കീമിയുടെ പൊസിഷൻ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു കീ ഫാക്ടർ തന്നെയാണ് ഈ ഒരു ടൈയിലേക്ക് വരുമ്പോൾ. ഹക്കീമിനെ എത്രത്തോളം നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും, ഹക്കീമിനെ എത്രത്തോളം നമുക്ക് തടഞ്ഞു വെക്കാൻ കഴിയും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSG-യുടെ അറ്റാക്സ് തടയുന്ന കാര്യത്തിൽ. സോ അതുകൊണ്ട് തന്നെ ലൂയിസ് കെല്ലിക്ക് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നല്ല രീതിയിൽ വർക്ക് റേറ്റ് വരും. അവിടെ മാർട്ടിനെല്ലിയും നല്ല രീതിയിൽ ഡിഫെൻസീവ് ഡ്യൂട്ടി കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ റയൽ മാഡ്രിഡിനെതിരെ കളിച്ച പോലെ നല്ല രീതിയിൽ അറ്റാക്കിംഗ് റൺസ് മാർട്ടിനെല്ലിയുടെ ഭാഗത്തു നിന്ന് വന്ന് റോഡ്രിഗോനെ ആ ഒരു വിങ്ങിൽ നിന്ന് താഴേക്ക് ഡിഫൻസിലേക്ക് ഇറക്കി കളിപ്പിക്കേണ്ട ഒരു ഗതികളിലേക്ക് കാർലോ ആൻസലോട്ടി വന്നിരുന്നു. സോ അതേപോലുള്ള അറ്റാക്കിംഗ് റൺസ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് മാർട്ടിനെല്ലിക്ക് പറ്റുകയാണെങ്കിൽ മേ ബി ഓക്കെ ഫൈൻ, ഹക്കീമിനെ ഒരു പരിധി വരെയൊക്കെ പിടിച്ചെടുത്താൻ പറ്റും. പക്ഷേ സ്റ്റിൽ എനിക്ക് തോന്നുന്നില്ല ഹക്കീമിനെ ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷൻ ഡിഫൻസീവിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന ലൂയിസ് എൻറിക്കെ എന്തായാലും ഹക്കീമിനെ കുറച്ചും കൂടി അറ്റാക്കിംഗ് കേപ്പബിലിറ്റി തന്നെ യൂസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. സോ അതുകൊണ്ട് മാർട്ടിനെല്ലിക്ക് അത്യാവശ്യം എക്സ്ട്രാ ഡിഫൻസീവ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. ലൂയിസ് കെല്ലിക്ക് കറക്റ്റായിട്ടൊരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിങ്ങിൽ ഓവർ ലോഡ് സംഭവിക്കുകയും അവിടെ നമ്മുടെ പ്ലേയേഴ്സ് ഔട്ട് നമ്പർ പെട്ടേക്കാം എന്നുള്ളതാണ്. സോ അത് വരാതെ നോക്കേണ്ടത് ആ ഒരു വിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ന്യൂനോ മെൻഡസിന് വിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ന്യൂനോ മെൻഡസ് ഹക്കീമിയുടെ അത്രയും അറ്റാക്കിംഗ് കേപ്പബിലിറ്റിയോടെ മുന്നോട്ട് കയറി കളിക്കുമെന്ന്. കാരണം അവിടെ ന്യൂനോ മെൻഡസിനെതിരെ നിൽക്കുന്നത് ബുക്കായോ സാക്കയാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഇംഗ്ലീഷ് പ്ലേയേഴ്സ് കറൻ്റ്ലി. സോ അവിടെ ആ ഒരു ചാൻസ് എടുക്കാൻ ലൂയിസ് എൻറിക്കെ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എനിക്കൊന്ന് മാർട്ടിനെല്ലിയുടെ വിങ്ങിൽ, നമ്മുടെ ലെഫ്റ്റ് വിങ്ങിൽ
കാര്യങ്ങൾ കുറച്ചും കൂടി ഡിഫെൻസീവ് ഡ്യൂട്ടി ബെറ്ററായിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡിഫെൻസീവ് ഡ്യൂട്ടീസ് ചെയ്യുന്ന പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈവൻ ദോ ഗബ്രിയേൽ പോയി എന്ന് പറഞ്ഞാലും കിവിയറൊക്കെ ആ ഒരു പൊസിഷനിലേക്ക് വളരെ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെതിരെ ആണെങ്കിലും പ്രീമിയർ ലീഗിലാണെങ്കിലും കിവിയർ നല്ല പെർഫോമൻസസ് ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. സാലിബയാണ് ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്നത്. മേ ബി ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ സാലിബയ്ക്ക് കഴിയും. നല്ല ക്ലാസ് പ്ലെയർ തന്നെയാണ്. സോ ഡിഫെൻസീവ് ഡിസിപ്ലിൻ നമ്മൾ വെടിപ്പായിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ PSG പ്ലേയിങ് സ്റ്റൈൽ വൺ ഓഫ് ദി തലവേദന തരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റാക്കിംഗ് പ്ലെയേഴ്സിന് പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള ഫ്രീഡം ലൂയിസ് എൻറിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് അവർ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്ത് കളിക്കും. ഫ്രണ്ട് ത്രീയിലുള്ള ഇപ്പോൾ പറയുന്ന ഡിസൈഡോവ് ആണെങ്കിലും ഡെമ്പല്ലി ആണെങ്കിലും ക്വാരസ്കേലാണെങ്കിലും ബാർക്കോള ആണെങ്കിലും ഈ പ്ലെയേഴ്സ് മൊത്തമായിട്ട് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കളിക്കുന്ന ഒരു പ്രശ്നം വരും. സോ അതുകൊണ്ട് തന്നെ ഡിഫെൻസീവിൽ നിൽക്കുന്ന പ്ലെയേഴ്സിന് നമ്മുടെ പ്ലെയേഴ്സ് മാറുന്നതിനനുസരിച്ച് ആ ഡിഫെൻസീവ് പൊസിഷൻ വിട്ടുകൊടുക്കാതെ ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്ത് കളിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. ആ ഒരു കൂട്ടത്തിലേക്ക് ഹക്കീമിയുടെ വരവും കൂടി വരുമ്പോൾ വളരെ കാര്യങ്ങൾ പ്രശ്നത്തിലേക്കാവും. കാരണം ഹക്കീമിയും ഇതേപോലെ പൊസിഷൻ മാറി മാറി കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മുടെ ഡിഫെൻസീവ് പൊസിഷൻ വിട്ടുകൊടുക്കാതെ പ്ലെയേഴ്സ് മാറുന്നതിനനുസരിച്ചാണെങ്കിലും സ്വിച്ച് ഓഫ് പ്ലേ ആണെങ്കിലും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. PSG സ്വിച്ച് ഓഫ് പ്ലേ, യൂറോപ്പിൽ തന്നെ സ്വിച്ച് ഓഫ് പ്ലേ ഏറ്റവും കൂടുതൽ വെടിപ്പായിട്ട് ചെയ്യുന്ന കറൻ്റ് ആക്റ്റീവായിട്ടുള്ള ഒരു ടീം PSG ആണ്. സോ അതുകൊണ്ട് തന്നെ ഫീൽഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കോൺസെൻട്രേഷൻ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനും പ്ലേയേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ ഡിസിപ്ലിനും കോൺസെൻട്രേഷനും വിട്ടുകൊടുക്കാതെ നമ്മുടെ ഡിഫെൻസീവ് പൊസിഷൻ ബെറ്ററായിട്ട് കീപ്പ് ചെയ്യാനും നമ്മുടെ പ്ലേയേഴ്സിന് കഴിയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. ബട്ട് ഐ തിങ്ക് നമുക്കത് കഴിയും എന്ന് തന്നെയാണ്. കുറച്ച് ചലഞ്ചിങ് ആണെങ്കിൽ കൂടി, കാരണം വിത്തൗട്ട് ദ ബോൾ സഫർ ചെയ്യാനായിട്ട് ഒട്ടും പറ്റാത്ത ടീമൊന്നുമല്ല നമ്മൾ. വളരെയധികം സഫർ ചെയ്യാൻ കഴിയുന്ന ഒരു ടീം തന്നെയാണ് നമ്മുടെ. ഡിഫെൻസീവിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ട്. സോ ഐ തിങ്ക് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അറ്റാക്കിംഗ് വൈസ് പറയുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്നും ഓഡഗാർഡിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഇപ്പോൾ മിക്കൽ മെറീനോ ആണെങ്കിലും മിഡ്ഫീൽഡിൽ, അതേപോലെ വിങ്ങിൽ സാക്കയൊക്കെ ആണെങ്കിലും അറ്റാക്കിംഗ് റൺസ് കൂടുതൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. PSG ഗോളുകൾ നേടാതിരിക്കാൻ പറ്റായികയൊന്നുമില്ല. ഇപ്പോൾ ലാസ്റ്റ് ആസ്റ്റൺ വില്ലയുള്ള മത്സരം നോക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ 3-2 ഒരു വിക്ടറിയിലാണ് അവർ ആ മത്സരം അവസാനിപ്പിച്ചത്. പക്ഷേ ടോട്ടൽ ഓവറോൾ ടൈയിലാണ് അവർ തോറ്റുപോയത്, അഗ്രിഗേറ്റിലാണ് തോറ്റുപോയത്. സോ ആസ്റ്റൺ വില്ല ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട് PSG ഗോളുകൾ നേടുക അത്ര വലിയ പാടുള്ള കേസൊന്നും അല്ലാന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. സോ കൂടുതൽ അറ്റാക്കിംഗ് റൺസ് വരേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതേസമയം നല്ല ക്വിക്കായിട്ട് കൗണ്ടർ അറ്റാക്കിംഗ് നടത്താൻ കെൽപ്പുള്ള ടീമാണ്. എസ്പെഷ്യലി PSG മിഡ്ഫീൽഡൊക്കെ പറയുകയാണെങ്കിൽ ജാവനോസും മിറ്റീനിയൊക്കെ ഉള്ള ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് പ്രഷർ സിറ്റുവേഷൻസിൽ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് പന്ത് പ്രോഗ്രസീവ്ലി 1 ടച്ച് 2 ടച്ച് വെച്ച് മുന്നോട്ട് കയറാൻ കഴിവുള്ള പ്ലെയേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ ട്രാൻസിഷനിൽ നമുക്ക് തോമസ് പാർട്ടേന് ശരിക്കും ഞാൻ ഈ ഒരു മത്സരത്തിൽ നമ്മൾ റയൽ മാഡ്രിഡുള്ള മത്സരത്തിൽ നമ്മുടെ ഒരു വിജയത്തിന് ശേഷം ഞാൻ വളരെയധികം വിഷമിച്ചൊരു കാര്യമാണ് തോമസ് പാർട്ടേ എന്തുകൊണ്ടാണ് യെല്ലോ കാർഡ് മേടിച്ചു എന്നുള്ളതായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്സിൽ മൊത്തം വന്നൊരു കാര്യം. കാരണം ആ ഒരു പ്ലെയർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ട്രാൻസിഷൻ ഫേസിലേക്കൊക്കെ വരുമ്പോൾ ലൈക്ക് ക്വിക്ക് ട്രാൻസിഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു പ്ലെയറിന് വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. സോ അവിടേക്ക് ഇപ്പോൾ മറ്റൊരു പ്ലെയറിനെ വെച്ച് കളിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ്. സോ അത് നമുക്ക് വളരെയധികം ഒരു തലവേദന ആവാൻ ചാൻസ് ഉണ്ട്, ആവല്ലേന്ന് വിചാരിക്കാം. എനിവേ ഇനിയിപ്പോൾ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ക്ലോസ് മാച്ച് തന്നെയായിരിക്കും. എനിക്ക് റയൽ മാഡ്രിഡിനെതിരെ കിട്ടിയ പോലൊരു കംഫർട്ടബിൾ ഒരു റൺ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റയൽ മാഡ്രിഡിൻ്റെ പ്രൗഡിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഭയന്നത്, അല്ലാതെ അവരുടെ കറണ്ട് ഫോമിനെയല്ല. ഇത് PSG കറണ്ട് ഫോമിനെയും ഭയക്കണം. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ, ആ ഒരു സിസ്റ്റം, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സിസ്റ്റം ഉണ്ട് അവർക്ക്. അതിൽ ത്രൈവ് ചെയ്യുന്ന പ്ലെയേഴ്സ് ഉണ്ട്, യങ് ഹംഗ്രി ഫാസ്റ്റ് പ്ലെയേഴ്സ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഐ തിങ്ക് ഒരു ക്ലോസ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഒരു ഗോളിൻ്റെ ലീഡുമായിട്ട് നമുക്ക് പാരീസിലേക്ക് ചെന്ന് കയറാൻ പറ്റുമെന്ന് തന്നെയാണ്. സോ ഒരു ഗോളിൻ്റെ ഒരു വിജയമെങ്കിലും, കഷ്ടിച്ചൊരു ഗോളിൻ്റെ ഒരു വിജയം നമുക്ക് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്ന ശുഭാപ്തി വിശ്വാസം അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതാണ്. ബട്ട് ഒരു ടൈറ്റ് ഗെയിം തന്നെയായിരിക്കും. നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഇതുവരെ കളിച്ചുള്ളൊരു ടൈറ്റ് ഗെയിം തന്നെയായിരിക്കും ഇതെന്നുള്ളൊരു ഒരു സംശയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, ഇനി ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ആ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിനെ പറ്റി മെൻഷൻ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.